കുഞ്ഞിൻ്റെ വായിലേക്ക് ബലമായിട്ടെന്നവണ്ണം ഒഴിച്ചു കൊടുക്കുന്നു. ഭിക്ഷാടകരുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. നല്ല പ്രശ്നം അവരുടെ കൈകിട്ടേ പോയില്ലേ. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ കൊച്ച് ഏതാണോ ഒരു വീട്ടിലൊന്ന് മക്കൾക്ക് മക്കളുടെ വീട് എവിടെയാണെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ഇടതടവില്ലാതെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ചെറിയൊരു ടാറിട്ട വഴിയാണ്. ആ വഴിയുടെ സൈഡിൽ ഇങ്ങനെ കനാലിന് മുകളിൽ കൂടെ സ്ലാബ് ഇട്ടിട്ടുണ്ട്. ആ സ്ലാബിൻ്റെ മുകളിൽ കൂടെ ഒരു കുഞ്ഞു വാവ ആ കുഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മിന്നൽ പോലെ ഞാൻ ഈ കൊച്ചിനെ കാണുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷരായിട്ടുണ്ട്. ഇതൊരു മനുഷ്യ കുഞ്ഞാണെന്ന് നടുക്കത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ഈ ഗ്ലാസ് ഡോറിൻ്റെ പുറത്തേക്ക് കൈ ഇട്ടിട്ട് ഓപ്പോസിറ്റ് വരുന്ന ഒരു കാറ് കാണാം. ആ കാറ് ഈ കുഞ്ഞിനെ ഞെരുക്കാറായി. ഞാൻ പെട്ടെന്ന് കൈ എടുത്തിട്ട് ആ വണ്ടി ഒന്ന് നിർത്താമോ എന്ന് ഞാൻ അയാളോട് റിക്വസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി വീണ്ടും സ്റ്റോപ്പ് ഇങ്ങനെ കാണിച്ചു. എന്തോ എൻ്റെ ഈ ഒരു വെപ്രാളം അയാൾക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ചവിട്ടിയോടെ നിർത്തി. ഞാൻ വേഗം ഡോറ് തുറന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കാറിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ അടുത്തായിട്ട് ഈ കുഞ്ഞു കൊച്ചിങ്ങനെ പകച്ച് ഒരു എന്താ പറയുക നിലവിളിയുടെ വക്കിലെത്തി കുഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതൊരു പട്ടിയോ പൂച്ചയൊന്നുമല്ല, ഒരു മനുഷ്യ കുഞ്ഞാണ്. അത് ആരുടെ കുഞ്ഞാണ്? നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തുറയിലാണ്. ഒന്ന് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് തോന്നുന്നു ഒരു 10 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഈ കാറിൻ്റെ അടിയിൽ പോകാം. എനിക്കത് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല. ഞാൻ ഓടി വന്ന് കുഞ്ഞിൻ്റെ അടുത്തെത്തി കുഞ്ഞിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തായിട്ട് 2 സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവരുടെ ആരുടെയും കുഞ്ഞാണോ, കണ്ണ് തെറ്റി അല്ലെങ്കിൽ എങ്ങനെ അബദ്ധം പറ്റി കൈവിട്ട് പോയതാണോ. അപ്പോൾ ഞാൻ ആ സ്ത്രീകളെ കൈവക്ക് കാണിച്ചു, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. പക്ഷേ ആ സ്ത്രീകളുടെ ഒന്നും ഉടമസ്ഥരുടെ കുഞ്ഞല്ല. വല്ലാത്ത ഭയവിഹ്വലതയോടുകൂടി നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ആലപ്പുഴയിൽ നിന്നും നഷ്ടപ്പെട്ട രാഹുലിൻ്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. രാഹുൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാഹുലിൻ്റെ അമ്മയെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ കണ്ടിരുന്നു. രാഹുലിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഇന്നിപ്പോൾ 25 വയസ്സോളം പ്രായമുണ്ടാകും. രാഹുലിനെ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന മറ്റൊരു കുട്ടിയുണ്ട്, ദിയ ഫാത്തിമ. കണ്ണൂർ ജില്ലയിലെ കീഴ്പള്ളിയിലാണ് ദിയ ഫാത്തിമയുടെ വീട്. 2-2.5 വയസ്സ് മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ. ആ കുഞ്ഞ് ഒരു സ്റ്റീൽ ഗ്ലാസ് ചായയും കുടിച്ച് ഒരു സ്റ്റൂളിൽ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ കുഞ്ഞിനെ കാണാതാവുകയാണ്. 10 വർഷം പിന്നിടുമ്പോഴും ആ കുഞ്ഞ് എവിടെയുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുവാൻ വേണ്ടി കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. പേരൻസിന് വലിയൊരു റോൾ ഉണ്ട് അതിനുള്ളിൽ. ആ കുഞ്ഞ് ആരുടെ മകളാണ്, ആ കുഞ്ഞ് എങ്ങനെയാണ് അവിടെ വന്നത്, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ കുട്ടിയുടെ വീട് എവിടെയാണ്, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോ, അങ്ങനെ എൻ്റെ മനസ്സിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. കാരണം ഒറ്റപ്പെട്ടു പോയ ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തൊട്ടടുത്തായി ഭിക്ഷാടകരുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. എന്തോ ഒരു പാനീയം വളരെ കഷ്ടപ്പെട്ട് അവൾ കുടിക്കുന്നു. ശേഷം അത് കുഞ്ഞിൻ്റെ വായിലേക്ക് ബലമായിട്ടെന്നവണ്ണം ഒഴിച്ചു കൊടുക്കുന്നു. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് എങ്ങനെയോ എത്തിച്ചേർന്നു. കുഞ്ഞുങ്ങളുടെ മിസ്സിങ്ങിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ ആദ്യം നോക്കിയത് പ്രദേശവാസികളായിട്ടുള്ള ആരെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. ഈ കുഞ്ഞുമായിട്ട് ഞാൻ പോകുമ്പോൾ ആരെങ്കിലും ഒരു ദൃക്സാക്ഷി ഉണ്ടാവണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഒട്ടനവധി പേരോട് ചോദിച്ചു. എന്തായാലും ഭാഗ്യത്തിന് ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയോടുള്ള ആളാണെന്നുള്ള എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞു. ആ സ്കൂട്ടറുകാരനോടൊപ്പമാണ് ഞാൻ ഈ കുട്ടിയുടെ വീടന്വേഷിച്ച് യാത്ര തുടങ്ങിയത്. പേടിച്ചരണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മക്കളുടെ വീട് എവിടെയാണെന്നെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ആ ചോദ്യത്തിന് കൃത്യമായി കുഞ്ഞ് എൻ്റെ നേരെ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ എവിടെയോ ആണ് വീടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, മക്കൾ പേടിക്കണ്ട, മക്കളുടെ വീട്ടിൽ അങ്കിൾ കുഞ്ഞിനെ കൊണ്ട് ആക്കാം, മക്കളുടെ അച്ഛനോടും അമ്മയോടും അങ്കിൾ സംസാരിക്കാം, മക്കൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വെച്ച് കുഞ്ഞ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ മെല്ലെ നടന്നു. അല്ല, ഈ കൊച്ച് ഏതാണോ ഒരു വീട്ടിലൊന്ന് തന്നെ നടന്നു പോയി കൊണ്ട് വന്നു. ഈ കുഞ്ഞിനെ ഒക്കെ എടുത്തിട്ട് ഈ കുഞ്ഞിന്റെ വീടിരിക്കുന്ന ജംഗ്ഷനിൽ ഞാൻ എനിക്ക് സമാധാനമായി. എന്തായാലും കൊച്ചിന്റെ വീട് കണ്ടെത്തി, കൊച്ചിന് അപ്പനും അമ്മയൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കൊച്ചിന് ഒരു ആപത്തും ഉണ്ടായിട്ടില്ല. കൊച്ചെൻ്റെ കയ്യിൽ സുരക്ഷിതയാണ്. ആര് വന്നാലും ആ കൊച്ചിന്റെ അമ്മയോ അപ്പനോ ആണെന്നുള്ള ബോധ്യപ്പെടാൻ എന്തായാലും എൻ്റെ ഒക്കത്തൊന്നും ആ കുഞ്ഞ് നിലത്തേക്ക് ഇറങ്ങില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ നോക്കുമ്പോൾ കുറേ ദൂരത്തും ഒരു സ്ത്രീ ഒരു പാൽക്കവറുമായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ നാട്ടുകാരോട് പറയണം, കൊച്ചിൻ്റെ അമ്മയാണ് വരുന്നതെന്ന് പറയണം. അമ്മ ദൂരത്തു നിന്ന് എന്നെ കണ്ടു. എൻ്റെ ഒക്കത്തിരിക്കുന്ന അവരുടെ കുഞ്ഞാണ്. ഞാൻ ആരാണെന്ന് ആ സ്ത്രീക്ക് അറിയില്ല. നാട്ടുകാർ മുഴുവൻ എൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവര് യാതൊരു കൂസലുമില്ലാതെ പാൽക്കവറും പിടിച്ചിങ്ങനെ കൂളായിട്ട് നടന്നു വരുന്ന വിഷ്വല് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കാം, കൊച്ചിറങ്ങി പോയി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ അവിടുന്ന് പോയി കൊണ്ടിരുന്ന സമാധാനം പറയിപ്പിക്കണ്ടേ? ഇതിന് സമാധാനം പറയിപ്പിക്കാൻ വിടാൻ പാടുണ്ടോ? ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല.
അത് കൊച്ചിന്റെ അമ്മയാണോ? അവിടെ വണ്ടികൾക്കിടയിൽ ആ റോഡിനിടയിൽ ഇടിഞ്ഞു സാറേ ഇവിടെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ താറാമീന അഴിച്ചിട്ടേക്കുന്നതിനെ കിട്ടുന്നു. ശ്രദ്ധയില്ലേ എത്ര നമ്മളെടുക്ക വന്നെടുക്കാം പിന്നെ പിള്ളേരുടെ ഭാഗ്യം കൊണ്ടുള്ളൊരു നമ്മൾ കുറച്ച് കണ്ടുകൊണ്ട് ആരും കൊച്ചിനെടുത്തോണ്ട് വേണ്ടി ഈ കുട്ടി ഒറ്റയ്ക്ക് അവിടെ സാരി കൊച്ചിന്റെ വീട്ടുകാരെ തേപ്പ് ഈ കൊച്ചാരുടെ നിങ്ങളുടെ ഈ കൊച്ചിന് സാരിപ്പടി അവിടെ ശാരിപ്പടി കിട്ടിയതാ കൊച്ച്. ആരുടെ കൊച്ച? ഈ കൊച്ചിനെ കാണാൻ പോയി നാട്ടുകാരുടെ മുഴുവൻ പോലീസ് പിടിച്ചു ചോദിക്കൂലേ? നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഒരു മിനിമം മര്യാദ ഈ നാട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകില്ലേ? കൊച്ചിനെ ആരുടെ അടുത്തൊന്നും പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആളുകളെ പോലീസ് കൊണ്ടുപോകില്ലേ? നല്ല ഇരിക്കില്ല കൊച്ചിനെ കണ്ടെന്ന് പറയണ്ട. സൂക്ഷിക്കട്ടോ ദൂരെ തന്നെ തൊട്ടു മുമ്പ് നമ്മൾ കണ്ട ഭിക്ഷാടകരുടെ കൺവെട്ടത്തെങ്ങാനും ഈ കുഞ്ഞെത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുവാൻ സാധ്യത? ഒരു മനുഷ്യക്കുഞ്ഞല്ലേ ഇത്? എന്ത് സുരക്ഷിതത്വമാണ് ആ കുഞ്ഞിനുള്ളത്? ഓ താങ്ക് യു ജിഷ കേസ് അല്ലാതെ പിന്നെ യൂസഫലിയുടെ യൂസഫ് പോപ്കോൺ താങ്ക് യു വെരി മച്ച്. ആ കുഞ്ഞെൻ്റെ തോളത്തിരുന്നപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച ഒരു സമാധാനമുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മക്കള് അങ്കിളുടെ തോളത്തെങ്ങനെ ഇരുന്നു, കുഞ്ഞിന് ഒരു ആപത്തും ഉണ്ടാവില്ല. കുഞ്ഞിനെ കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അങ്കിളെത്തിക്കും, മക്കൾ വിഷമിക്കേണ്ട, കരയണ്ട. ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണിലിങ്ങനെ ആ ഒരു കണ്ണുനീരും സങ്കടവുമായിട്ട് വന്നതെല്ലാം മാറി എൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുതായിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്ത് ആ സങ്കടം മാറിയിട്ട് ഒരു ചെറിയ പുഞ്ചിരി വന്നു. ആ പുഞ്ചിരി എൻ്റെ മനസ്സിൽ വലിയ എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല. ആ സ്ത്രീ ഒരു കൂസലില്ലാതെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അടിച്ച് അവളുടെ കരണം പൊളിക്കാനാണ് എനിക്ക് തോന്നിയത്. ഒരു സ്ത്രീയെ കായികമായിട്ട് നേരിടുന്നതിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കുന്ന ആളല്ല. പക്ഷേ ഇവരെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രേക്ഷകർ പറ. നമ്മുടെ നാട്ടിൽ കൊച്ചിനെ കാണാതെ ആദ്യം പോലീസ് എന്താ ചെയ്യുന്നത്? നാട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്യുകയില്ലേ? ഈ ഇരിക്കുന്നത് ഞങ്ങളെ പോലെ അറിയില്ല എന്ന് ചോദിച്ചാൽ അറിയുമെന്ന് പറയണം. പ്രദേശവാസികളെ മുഴുവൻ കൊണ്ടുപോകും പോലീസ്. നോക്കി ശ്രദ്ധിച്ച് വളർത്തണ്ടേ? അവരെ ഗേറ്റ് അങ്ങിൽ അറ്റ്ലീസ്റ്റ് അടച്ചിട്ടുണ്ടേ. അതിൽ കുഞ്ഞു കൊച്ചു, ആ കൊച്ചിന് എത്ര വയസ്സുണ്ടാവും? 3 വയസ്സുണ്ടാവും. അത്രേ ഉള്ളൂ. ഞാൻ ആ കുഞ്ഞിനെ കാണുന്നത് ഒരു കിലോമീറ്ററോളം ദൂരം. കൊച്ചി റോട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറയും, നീ പിള്ളേരെ റോട്ടിൽ വിടില്ലേ, 2 വീലർ പാഞ്ഞു വരുന്നതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരൊക്കെ അതൊന്നും അത്ര ഒരു ചെറിയ അനക്കമാണ് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വലിയ കാർ വന്നിട്ട് ഞാൻ കാറിൽ ഓടിക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് കാർ ഓടിക്കണം. ഞാൻ ആ പയ്യനോട് പറഞ്ഞാൽ വണ്ടി ബ്രേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ കാണിച്ചു. അവൻ എൻ്റെ കൈ കണ്ടതുകൊണ്ട് അവൻ പെട്ടെന്ന് ചവിട്ടി. അവൻ ചവിട്ടിയിട്ട് നോക്കുമ്പോൾ അവൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ടയറിൻ്റെ അടുത്ത് ഈ കുഞ്ഞ്, അവൻ കുറച്ചുകൂടെ അങ്ങോട്ട് വളച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് വണ്ടി അടിയില്ല. അബദ്ധത്തിലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഈ കടയിലേക്ക് അമ്മ പോകുമ്പോ പിള്ളേര് നോക്കില്ല, പിള്ളേര് ഓട്ടോ. ഞങ്ങള് ടെൻഷനാകുന്നത് വണ്ടി വരികയില്ല സാറേ. ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്ത് അങ്ങനെ പോകും, വിടല്ലേ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ചിലപ്പോൾ രാത്രി ആയിരിക്കും 8 മണി വരെ താഴെ ഒറ്റയ്ക്ക് ഈ പിള്ളേർ പോകും. ഇവരെ പറഞ്ഞു വിടിയ ആരെങ്കിലും ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോയാൽ ഇപ്പൊ ഭിക്ഷാടന മാഫിയൊക്കെ ഭയങ്കര വൈഡാണ്, നമുക്കെല്ലാം അറിയുന്ന. അതല്ലേ പ്രശ്നം. അവരെ കിട്ടിയ പോയില്ലേ, ഭിക്ഷാടകരുടെ കിട്ടിയ കൊച്ചു പോയി. അവരപ്പം തന്നെ കൊണ്ട് ഇവരൊക്കെ നോട്ടൗട്ട് കൊണ്ടിരിക്കുക. ഈ പ്രദേശത്ത് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ പ്രദേശത്തുള്ള എല്ലാവരെയും വിളിച്ചോണ്ടു എല്ലാവരും കൊണ്ടു. ഇപ്പോഴത്തെ പോലീസിന്റെ രീതി അതാ. നമ്മൾ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ ഈ പോമറിയൻ നായ്ക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഈ ബെഡിൽ വളർത്തുന്ന നമ്മുടെ നായ്ക്കൾ. എന്ന് മാത്രമാണ് ആ നായ്ക്കളെ ഓമനിക്കുന്നത്. ഇതൊരു മനുഷ്യക്കുഞ്ഞല്ലേ, ഇതൊരു കഷ്ടമാണിത്. എല്ലാം ഒന്നും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ചില കേസുകളിലെങ്കിലും ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന ഒരു കാമത്തിളപ്പുണ്ടത് അതിൽ സംഭവിച്ചു പോകുന്നതായി മാറുന്നു പല കുഞ്ഞുങ്ങളുടെയും ജനനം. ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവരൊരു ബാധ്യതയായി മാറുന്നു. എങ്ങനെയെങ്കിലും ഒഴിവാക്കും. ഗേറ്റും മലരൊക്കെ തുറന്നിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, അല്ല ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോയിക്കോട്ടെ. അന്വേഷിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം ഉണ്ടല്ലോ. അവസാനം ഇത് സംസ്ഥാനം പിന്നിട്ട് ഭിക്ഷാടന മാഫിയയുടെ ഒക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞ് തിരിച്ചു വരില്ല. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത് പറയാതിരിക്കാനാവില്ല. അത്തരം കാഴ്ചകളാണ് ഇപ്പോൾ സംസ്കാര സമ്പന്നമെന്ന് നമ്മളിങ്ങനെ ഊറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്.